ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് നവംബർ മാസം 6-ാം തീയതി 311-ാമത്തെ ദിവസത്തിലെത്തി. കുറേ ആളുകൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു വഴിപോക്കൻ എത്തിച്ചേർന്നു. ഇവരെല്ലാവരും എന്തെടുക്കുകയാണെന്ന് അയാൾ അന്വേഷിച്ചു. ഒരാൾ പറഞ്ഞു താൻ തടി ചിന്തേരിടുകയാണ്. മറ്റൊരാൾ പറഞ്ഞു ഇഷ്ടിക അടുക്കി വെക്കുകയാണ്. വേറൊരാൾ പറഞ്ഞു മാർബിൾ വിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ബക്കറ്റ് വെള്ളവുമായി അങ്ങോട്ടൊരു ചെറിയ കുട്ടി കടന്നു വന്നത്. വഴിയാത്രക്കാരൻ അതേ ചോദ്യം ആ കുട്ടിയോടും ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാനൊരു വിദ്യാലയം പണിയുന്നതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണ്. ഒരേ ചോദ്യമായിരുന്നു. എത്ര വ്യത്യസ്തമായ ഉത്തരങ്ങളും പ്രതികരണങ്ങളുമാണ് അവിടെ നിന്ന് ഉണ്ടായത്. ഓരോ പ്രവൃത്തിയും 2 ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇനി വിലയിരുത്തേണ്ടത്. എന്തു ചെയ്യുന്നു, എന്തിനു ചെയ്യുന്നു? ആദ്യ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും ഉടനടി പറയും. ബിസിനസ് നടത്തുന്നു, പഠിക്കുന്നു, കൃഷി ചെയ്യുന്നു, അങ്ങനെ. എന്തിനു വേണ്ടി ഇവയൊക്കെ ചെയ്യുന്നു എന്ന 2-ാം ചോദ്യത്തിന് ഒരേ തൊഴിൽ ചെയ്യുന്നവരും മിക്കവാറും പല ഉത്തരങ്ങളാവും നൽകുക. പലർക്കും കൃത്യമായ ഒരു ഉത്തരം പോലും ഉണ്ടാകണമെന്നില്ല. എന്തിനേയും അതിൻ്റെ പൂർണ്ണതയിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഇതുവരെ കാണാനാവാത്തത്? അത്തരമൊരു സ്വപ്നം നമ്മൾ ഉള്ളിൽ സൂക്ഷിക്കാത്തത് കൊണ്ടുകൂടിയല്ലേ? ചെയ്യുന്ന ഒരു പ്രവൃത്തിയും അതിനാൽ തന്നെ സമ്പൂർണമല്ല. ചെയ്യുന്ന പ്രവൃത്തി എത്ര ചെറുതായാലും അവ ചില വലിയ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിലേക്കല്ലേ അടിവെച്ച് നീങ്ങുന്നത്. സ്വന്തം സ്ഥാനമല്ല, ലക്ഷ്യസ്ഥാനത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഫുട്ബോൾ കളിക്കുന്നവർ തങ്ങൾ പിൻനിരയിലോ മധ്യനിരയിലോ മുൻനിരയിലോ എന്ന് ചിന്തിക്കാറുണ്ടോ? എല്ലാവർക്കും ഒരേ ലക്ഷ്യമാണ്, ഗോളടിക്കണം, കളി ജയിക്കണം. ജോലിയുടെ ഭാഗമാകാതെ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ഒന്ന് പ്രവർത്തിച്ചു തുടങ്ങിയാലോ? പ്രവൃത്തിയുടെ ഭാഗമാകുമ്പോൾ എന്താ കുഴപ്പമെന്നറിയോ? വേഗം മുഷിഞ്ഞു തുടങ്ങും, വല്ലാത്ത മടുപ്പ് നമ്മളെ വിഴുങ്ങും. എന്നാൽ ലക്ഷ്യത്തിൻ്റെ ഭാഗമാകുമ്പോൾ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതുവരെ നമ്മൾ വലിയൊരു ആവേശത്തിൽ ആയിരിക്കും. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ തിരുവചനമുണ്ട്. ആ അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി. അപ്പോൾ രാത്രിയായിരുന്നു. പന്തിരുവരിൽ ഒരുവനായ യൂദായെക്കുറിച്ചാണ് പരാമർശം. തിരുവത്താഴത്തിൻ്റെ ശ്രേഷ്ഠ ശുശ്രൂഷയ്ക്ക് ശേഷം യൂദായുടെ പ്രവൃത്തിയെ കൂട്ട് സ്ലീഹായായിരുന്ന കൂടെയുണ്ടായിരുന്ന യോഹന്നാന് ഇങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു ലക്ഷ്യത്തിൽ നിന്ന് എത്ര വേഗവും എളുപ്പവും നിസ്സാരമായിട്ടുമാണ് പുറത്ത് ചാടിപ്പോകുന്നത്. നമുക്കും നമ്മളിലേക്കൊന്ന് ഗൗരവത്തോടെ മടങ്ങി വരാം. പ്രാർത്ഥനയോടും ഏകാഗ്രതയോടും കൂടി ഒന്ന് അന്വേഷിക്കുകയും ചെയ്യാം. ആമേൻ.